ഇന്ന് പ്രഖ്യാപിക്കും, ഇപ്പോൾ പ്രഖ്യാപനം വരുമെന്നിങ്ങനെയുള്ള വാർത്തകൾ നോക്കി കണ്ണു നട്ടിരിക്കുകയാണ് കേരളം. എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന ചോദ്യത്തിൽ നിന്ന് മാറി ആളുകൾ പരസ്പരം ചോദിക്കുന്നത് ഇന്നെങ്കിലും പ്രഖ്യാപിക്കുമോ എന്നാണ്. പറഞ്ഞു വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകളെ കുറിച്ചാണ്. നീണ്ട ചർച്ചകൾക്കൊടുവിൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട്. മുദ്രവെച്ച കവറിൽ നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കാനാണ് നീക്കം. ഇന്ന് 1 മണിക്ക് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് വെച്ചാണ് നിയമസഭാ കക്ഷി യോഗം നടക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, AICC നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. VD സതീശനും രമേശ് ചെന്നിത്തലയും യോഗത്തിലുണ്ടാകും. ഇന്ന് തന്നെ UDF-ലെ നിയമസഭാ കക്ഷി നേതാക്കൾ ഗവർണറെ കാണുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖാർഗെയുടെ വസതിയിൽ വെച്ചായിരുന്നു യോഗം. യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്ന രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. പിന്നാലെ ഖാർഗെയുടെ വസതിയിലെത്തിയ ജയ്റാം രമേശാണ് ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. യോഗത്തിന് മുൻപ് മുതിർന്ന നേതാവായ AK ആന്റണിയെയും കൊടിക്കുന്നിൽ സുരേഷിനെയും രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ പോകുമ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ദില്ലിയിലെ വീട്ടിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും ദില്ലിയിൽ തന്നെയാണ്. കേരളത്തിലേക്ക് പോകണോ എന്ന് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാകും തീരുമാനമെടുക്കുക. കർണാടകയിലെ മുഖ്യമന്ത്രി തീരുമാനത്തിലടക്കം ഏറെ നിർണായകമായ KCയുടെ ദില്ലിയിലെ 51 ലോധി എസ്റ്റേറ്റ് എന്ന വീട് കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു. എന്നാൽ ഇന്നലെ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ നിർണായക കൂടിക്കാഴ്ച നടന്നപ്പോൾ KC വീട്ടിൽ തന്നെയായിരുന്നു. ഖാർഗെ വിളിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിലും അതുണ്ടായില്ല. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അവസാന നിമിഷവും കോൺഗ്രസിനുള്ളിൽ സസ്പെൻസ് നിറയുകയാണ്. നേതാക്കളെ വിളിച്ച് രാഹുൽ ഗാന്ധി ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആരെന്ന വിവരം ആരും അറിഞ്ഞിട്ടില്ല. നേതാക്കളെ ഹൈക്കമാൻഡ് വിളിച്ചില്ല. അതുപോലെ തന്നെ ഘടക കക്ഷികളോടും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ലീഗ് MLA-മാർ ഇന്ന് 2 മണിക്ക് എത്തുന്നതിൽ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. രാവിലെ ലീഗ് യോഗവും ചേർന്നേക്കുമെന്നും സൂചനയുണ്ട്. ഗവർണർക്കുള്ള കത്ത് എല്ലാവരിൽ നിന്നും വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. അതേസമയം 3 ചേരികളും വലിയ പ്രതീക്ഷയിലാണ്. ആ പേര് KC വേണുഗോപാലിന്റേത് തന്നെയെന്ന് KC ഗ്രൂപ്പ് ഉറപ്പിച്ചു പറയുന്നു. MLA-മാരുടെ എണ്ണത്തിലുള്ള ആത്മവിശ്വാസത്തിലാണ് KC ഗ്രൂപ്പ്. അവസാനവട്ട ചർച്ചകൾ തുണച്ചെന്ന VD പക്ഷവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഘടകകക്ഷി നിലപാടിലും ജനപിന്തുണയിലുമാണ് പ്രതീക്ഷ. അതേസമയം സമവായ വഴിയിലാണ് ചെന്നിത്തലയെന്ന് RC പക്ഷവും ചൂണ്ടിക്കാട്ടുന്നു. സോണിയയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ചെന്നിത്തല ഗ്രൂപ്പ്. ബാക്കി വരും മണിക്കൂറുകളിൽ കാത്തിരുന്നു കാണാം.